ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ 1515 അമ്മ ത്രേസ്യ ജനിക്കുന്നത്. 1559 അമ്മ ത്രേസ്യയ്ക്ക് ഒരു പരിശുദ്ധാത്മ ശക്തിയുടെ അനുഭവം ഉണ്ടായി. അതിങ്ങനെയാണ്, അമ്മ ത്രേസ്യ ഒരു ദർശനത്തിൽ എന്ന പോലെ കാണുകയാണ്. അതോടൊപ്പം തന്നെ വ്യക്തതയോടുകൂടെ ഫീലും ചെയ്യുകയാണ്, ശരീരത്തിൽ അനുഭവിക്കുകയാണ്. ഒരു മാലാഖ, ക്രോവേൻ മാലാഖ, അതല്ലെങ്കിൽ സ്രാപ്പേൻ മാലാഖ പോലെ ഒരു മാലാഖ ഒരു സ്വർണ്ണ കുന്തവും പിടിച്ചു നിൽക്കുന്നു. സ്വർണ്ണ കുന്തം പിടിച്ചു. ആ സ്വർണ്ണ കുന്തത്തിന്റെ അറ്റത്ത് ജ്വലിക്കുന്ന ഒരു തീ. ഈ മാലാഖ എന്ത് ചെയ്തു? ഈ സ്വർണ്ണ കുന്തം എടുത്ത്, ജ്വലിക്കുന്ന തീ കത്തി നിൽക്കുന്ന ഈ സ്വർണ്ണ കുന്തം എടുത്ത് ആവിലാലെ അമ്മ ത്രേസ്യയുടെ ഹൃദയത്തിലേക്ക് ആഴ്ത്തിയിറക്കി. അമ്മ ത്രേസ്യയ്ക്ക് അതിഭയങ്കരമായ വേദന അനുഭവപ്പെട്ടു. ആഴ്ത്തിയിറക്കിയ ശേഷം ഈ മാലാഖ വീണ്ടും അത് വലിച്ചെടുത്തു, വീണ്ടും ഒന്നുകൂടെയും ആഴ്ത്തിയിറക്കി, പലതവണ ആഴ്ത്തിയിറക്കി. അമ്മ ത്രേസ്യയ്ക്ക് അതിഭയങ്കരമായ വേദന അനുഭവപ്പെട്ടു. എന്നാൽ ഈ ശരീരത്തിന്റെ വേദനയെക്കാട്ടിൽ അപ്പുറത്ത് അമ്മ ത്രേസ്യയുടെ ഉള്ളിൽ അതിഭയങ്കരമായ സന്തോഷം ഫീൽ ചെയ്യുന്നു. 1582 അമ്മ ത്രേസ്യ മരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഈ കബറിടം തുറന്നപ്പോൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം അവർ മനസ്സിലാക്കിയാണ്, അമ്മ ത്രേസ്യയുടെ ഹൃദയം മാത്രം അഴുകിയിട്ടില്ല. അമ്മ ത്രേസ്യയുടെ ഹൃദയം അഴുകിയിട്ടില്ല. ഹൃദയത്തെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ ഈ ഹൃദയത്തിൽ 5 സെന്റിമീറ്ററോളം ആഴമുള്ള ഒരു മുറിവ്. ഇന്ന് സ്പെയിനിൽ ഈ ഹൃദയം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 5 സെന്റിമീറ്ററോളം ആഴമുള്ള ഒരു മുറിവോടുകൂടിയുള്ള ഒരു ഹൃദയം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇത് അമ്മ ത്രേസ്യയ്ക്ക് ലഭിച്ച ശക്തിയുടെ അനുഭവം, പരിശുദ്ധാത്മ ശക്തിയുടെ അനുഭവം.